എല്ലാവർക്കും സുരാജ് വ്ളോഗിലേക്ക് സ്വാഗതം. നമ്മൾ ഇപ്പോൾ ഈ ചാനലിലെ വീഡിയോ ഇടണം കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് നമ്മൾ ലൈവ് ഇട്ടിട്ടുണ്ടായിരുന്നു. പറഞ്ഞുകൊണ്ട് എന്താണ് നമ്മുടെ സുരാജ് വ്ളോഗ് ഈ ചാനൽ പോവാറായി കിടക്കുക. അപ്പോൾ സുരാജ് വ്ളോഗ് 2.0 സുരാജ് വ്ളോഗ്സ് 2.0 എന്ന് പറഞ്ഞ ചാനലാണ് നമുക്കുള്ളത്. അതിനകത്താണ് വീഡിയോസൊക്കെ വരുന്നത്. ഇതിനകത്ത് നമ്മൾ തീർന്ന ഒരു ലൈവ് മാത്രമേ ഇടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ അത് സബ്സ്ക്രൈബ് ചെയ്യുക. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ചാനലിലേക്ക് ഇപ്പം വീണ്ടും ഒരു വീഡിയോ ഇടാമെന്ന് കരുതുന്നത്. ഓക്കെ, അപ്പം എന്നെ കാണാനും എന്നോട് സംവദിക്കാനും ഞാൻ പറയുന്നത് കേൾക്കാനൊക്കെ ഉള്ളവർ ദയവേത് സുരാജ് വ്ളോഗിലേക്ക് 2.0 വരിക. ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് അറിവുകളൊക്കെ ഷെയർ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇന്നത്തെ വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ശനീശ്വരൻ്റെ, അതുപോലെ തന്നെ ശനീശ്വരൻ ഗ്രഹം മാറി, അതായത് മീനത്തിൽ കുംഭത്തിൽ എന്ന ശനി മീനത്തിലേക്ക് വന്ന ഒരു സമയം ഏപ്രിൽ വന്നു. അതായത് ഈ മാസം വന്നു, കഴിഞ്ഞ മാർച്ചിൽ വന്നു. മാർച്ച് ഒരു 29-30 ശനി ഗ്രഹം മാറി. അപ്പോൾ മെയ് 14 വ്യാഴം ഗ്രഹം മാറാണ്. അപ്പം ഇടവത്തിൽ നിന്നും വ്യാഴം മിഥുനത്തിലേക്കാണ് ദക്ഷിണം. അപ്പോൾ ശനി നിൽക്കുന്നത് മീനത്തിലും വ്യാഴം നിൽക്കുന്നത് മിഥുനത്തിലും ആകുമ്പോൾ ഇതിലാണ് നിൽക്കുന്നത്, കേന്ദ്രരാശികളായിട്ട് നിൽക്കുന്നത്. അപ്പോൾ കുറച്ച് നക്ഷത്രജാതർക്ക് ഗുണമുള്ള നക്ഷത്രജാതരെ കുറിച്ചിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് ഈ ചാനലിലല്ല, സുരാജ് വ്ളോഗ്സ് 2.0 നിങ്ങളത് കാണാനായിട്ട് നിങ്ങൾ താഴെ വരുന്ന ഡിസ്ക്രിപ്ഷനിൽ ഞാൻ അതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ അതിനകത്ത് കയറി സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുകയൊക്കെ ചെയ്യുക. അപ്പോൾ എല്ലാവരോടും പറഞ്ഞു, ഞാൻ ലൈവിൽ വന്ന് പറഞ്ഞു. അപ്പോൾ ആരും തന്നെ അതിനകത്തേക്ക് വരുന്നില്ല, കാണുന്നില്ല. നമുക്കിതിൻ്റെ അകത്ത് എന്താണ്ടാണ് നമ്മളിതിനകത്ത് വരാത്തതെന്ന് വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. എന്നുവെച്ചാൽ നമ്മുടെ ഇതിനകത്ത് മോണിറ്റൈസേഷൻ ആയി കഴിഞ്ഞപ്പോൾ അതിന് അപ്ലൈ ചെയ്ത് കഴിഞ്ഞപ്പോൾ നമ്മുടെ ചെക്കവാറും ചാനലിൽ പോകും. നമ്മൾ യൂട്യൂബിൻ്റെ ഗൂഗിളിൽ നിന്നൊക്കെ ഉള്ള ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു, അറിയില്ലായിരുന്നു. അപ്പോൾ അതിങ്ങനെ ഇട്ടത് കൊണ്ട് മോണിറ്റൈസേഷൻ അഴിച്ചു കഴിഞ്ഞപ്പോൾ ചിലപ്പോൾ ഈ ചാനൽ പോകും. അപ്പോൾ അതുവരെ നമ്മൾ ഇതിനകത്ത് ലൈവ് മാത്രമേ വരുള്ളൂ. അപ്പോൾ ശനീശ്വരൻ്റെ അനുഗ്രഹങ്ങളൊക്കെ കിട്ടുന്ന, അല്ലെങ്കിൽ വ്യാഴഗ്രഹത്തിൻ്റെ അനുഗ്രഹം കിട്ടുന്ന നക്ഷത്രജാതരെ കുറിച്ചിട്ട് പറഞ്ഞിട്ടുണ്ട്. സുരാജ് വ്ളോഗ്സ് 2.0 പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതെല്ലാവരും കയറി കാണുക. എന്നിട്ട് അതിനകത്ത് നിങ്ങൾ ലൈക്ക് ചെയ്യുക. നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുകയും സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യുക. അപ്പോൾ കുറേ പേർക്കത് കിട്ടില്ല എന്നുള്ളൊരു പരാതി പറഞ്ഞു. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനൊരു വീഡിയോ ചെയ്തിട്ട് അതിനകത്തേക്ക് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുന്നത്. നിങ്ങളതിനകത്ത് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സർവ്വത്തിലുള്ള കാര്യങ്ങൾ നിങ്ങൾക്കത് മനസ്സിലാവും, നിങ്ങൾക്കറിയാത്ത കാര്യങ്ങളൊക്കെ മനസ്സിലാവും. നമ്മൾ നിങ്ങളോട് സംവദിക്കുന്നത് അല്ലെങ്കിൽ ഒരു ജോത്സ്യനായിട്ടൊന്നിട്ടല്ല, അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിൽ ഒരാളെ പോലെ എന്നിട്ടാണ് സംസാരിക്കണം. അപ്പോൾ അതിനകത്ത് കറക്റ്റായിട്ട് വീഡിയോസ് വരുന്നുണ്ട്. അപ്പോൾ എല്ലാ ദിവസവും വീഡിയോസ് വരുന്നുണ്ട്. വൈകുന്നേരം 9 മണിക്ക് നമ്മളതിൻ്റെ അകത്ത് ഷോർട്സ് അപ്ലോഡ് ചെയ്യും. രാവിലെ 10 മണിക്ക് വീഡിയോസും അപ്ലോഡ് ചെയ്യും. അപ്പോൾ അതൊക്കെ കാണാനായിട്ട് അതിനകത്തേക്ക് വരിക. വടക്കുംഭാഗത്ത് കരിനീലമഠം എന്നായിരുന്നു ഇട്ടിരുന്നത്. അത് എല്ലാവർക്കും ടൈപ്പ് ചെയ്യാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് സുരാജ് വ്ളോഗ് 2.0 എന്നാക്കിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും അതിനകത്തേക്ക് വരിക. അപ്പോൾ ഭഗവാന്റെ ഭഗവതിയിലേക്ക് അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.